വിവിക്കെതിരെയുള്ള സായി കൃഷ്ണയുടെ കോമഡി. ആക്ച്വലി ആ വീഡിയോ കണ്ടപ്പോഴത്തെ ഞാൻ ഇതുവരെ അതിനെ റിയാക്ട് ചെയ്തില്ല. ലൈവിൽ കൂടെ മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാന്ന് പല പ്രാവശ്യമായിട്ട് പറയുന്നു. ഈ വിഷയത്തിൽ പലരും വന്ന് ചോദിക്കുന്നു, ഞാൻ വിവിയെ ജെനുവിനായി പറയുന്നോ അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. എന്നോട് അയാൾ സപ്പോർട്ട് ചോദിച്ചിട്ടില്ല. അയാൾക്ക് സപ്പോർട്ട് എന്നോട് ചോദിക്കാനുള്ള അർഹതയുമില്ല. പക്ഷേ അയാൾ എന്നോട് സംസാരിച്ചത് നിങ്ങൾ വിറ്റ്നസ് ആയതാണ്. കാരണം ലൈവിലിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇടയിൽ പെട്ര ബോയ് ഇടപെട്ടിട്ടാണ് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത്. പെട്ര ബോയ് പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് എന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്ന് റിജക്റ്റ് ചെയ്ത ആളാണ് ഞാൻ. അപ്പം ഇതിനകത്ത് ഞാൻ ജെന്യുവിൻ ആണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ സ്പെസിഫിക് വിഷയത്തിൽ എനിക്ക് അവൻ ജെന്യുവിൻ ആണെന്ന് തോന്നി. ഒന്നാമത്തെ കാര്യം, എനിക്ക് ജാസ്മിൻ ആണ് പിന്നെ സ്ട്രൈക്ക് തന്നതെന്ന് എനിക്കൊരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. ഏതുവരെ റസീന നൗഷാദ് എന്ന് പറയുന്ന കടപ്പുറം കക്കൂസിൻ്റെ ചാനലിൽ പോയി ഇരുന്ന് അവൾ എന്നെ തെറി വിളിക്കുന്നിടം വരെ എനിക്കൊരു സംശയമേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴും വിശ്വസിച്ചിരുന്നത് ഖാദർ കരിപ്പൊടിയും അസ്ലാം മാളിയുമാണ് ഇതിൻ്റെ പിന്നിലെന്ന്. അസ്ലയെ ഞാൻ ഭയങ്കരമായി അങ്ങനെ വിശ്വസിച്ചിരുന്നു. അപ്പം ഞാൻ മനസ്സുകൊണ്ട് പറയുകയും ചെയ്തു, ഞാൻ അതിനെ സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പം അതിനെതിരെയാണ് ആ കുട്ടിക്ക് തോന്നിയെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെയാണ് വിട്ടത്. ഒരിക്കലും ജാസ്മിൻ ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. എനിവേ, ഈ വിഷയത്തിൽ അവൻ തുറന്നു പറഞ്ഞ് 25,000 രൂപ എനിക്ക് തന്നു എന്ന്. അപ്പോഴും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ തന്നെ ആയിരുന്നു, അഫ്സലാണോ ആ പണം മുടക്കിയതെന്ന് എനിക്കത് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, അല്ല, അത് ഖാദർ കരിപ്പൊടിയാണ്. എൻ്റെ വിഷയത്തിൽ ഞാനൊരു ക്ലാരിഫിക്കേഷൻ തരേണ്ട കാര്യമേ ഇല്ല. ഇനി ഈ അനുദിനം വന്നിട്ട് നിങ്ങൾക്ക് ജാസ്മിനെ ഇഷ്ടമാണോ, നിങ്ങൾ വിവിയെ അനുകൂലിക്കുന്നുണ്ട്, ഈ ചോദ്യം പ്ലീസ് ദയവ് ഇതിനെ ശല്യം ചെയ്യാതിരിക്കുക. എനിക്ക് ജാസ്മിൻ എന്ന കുട്ടിയോട് യാതൊരു രീതിയിലുള്ള പ്രശ്നവുമില്ല. എനിക്ക് അതൊരു പെൺകുട്ടിയാണ് എന്നതിനപ്പുറം എനിക്ക് ആ പെൺകുട്ടിയോട് വേറെ ഒരു രീതിയിലുള്ള അനുകമ്പയോ സഹതാപമോ സന്തോഷമോ റെസ്പെക്റ്റോ ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല. വിവി ഈ പറയുന്ന ഒരു ചാനലിൽ വന്ന ഒരു ഷോ, അതിനെ ഞാൻ എടുത്തു വെച്ച് റിവ്യൂ ചെയ്തു. അതിനപ്പുറം എനിക്കൊന്നുമില്ല, അതിൻ്റെ കൂടെ ഒരു കാര്യവുമില്ല. ജാസ്മിനെ പറ്റി പടുമോശം പറഞ്ഞത് ഹൈസ് എന്നാണ്. ഹൈസാണ് പറഞ്ഞത്. ഇറ്റ്സ് മീ ഹൈസ് എന്ന ചാനലിലെ വ്യക്തിയാണ് പറഞ്ഞത്. ആ വോയിസ് ഞാൻ എടുത്ത് പ്ലേ ചെയ്തു. ആ പ്ലേ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഹൈസിനോടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ജാസ്മിൻ എന്ന വ്യക്തിയെ ഞാൻ പറഞ്ഞിട്ടില്ല, ഓക്കെ. പക്ഷേ ഞാൻ പറയാതെ ആ പറഞ്ഞ സാധനം ഹൈസ് എന്ന പറഞ്ഞ വ്യക്തി പറഞ്ഞ അതേ സാധനങ്ങൾ സത്യമാകുന്ന രീതിയിൽ ജാസ്മിൻ പ്രവർത്തിച്ചു എന്നുള്ളത് വസ്തുത. അതൊരു ഫാക്റ്റാണ്. അത് പൊതുജനങ്ങളിലേക്ക് എത്താൻ ആ ഷോ കൊണ്ട് പ്രയോജനപ്പെട്ടു. അവൻ എന്താണോ ജാസ്മിനെ പറ്റി ഹൈസ് പറഞ്ഞത്, ആ സാധനം കറക്റ്റായി ജാസ്മിൻ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. ഇതിനകത്തേക്ക് നമ്മളുടെ ചാനൽ പൂട്ടിക്കണമെന്ന് കരിപ്പൊടിയുടെ ആവശ്യമുണ്ട്. കാരണം കരിപ്പൊടിയെ പറ്റി ആരും പറയാൻ തയ്യാറല്ല. പബ്ലിക്കിൽ ഖാദർ കരിപ്പൊടി എന്ന തീവ്രവാദിയെ പറ്റി സംസാരിക്കാൻ തന്നെ എല്ലാവർക്കും പേടിയാണ്. എന്നെ പോലും വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നവൻ. നിന്നെ ഞാൻ കാസർഗോഡ് വന്നാൽ നിന്നെ ഞാൻ വെട്ടും കുത്തും മൂക്കി, അവൻ്റെ ചാനലിലുണ്ടത് എന്നെ പറയുന്നത്, എന്നെ കൊല്ലുമെന്ന്, എൻ്റെ കൊച്ചിനെ കൊല്ലുമെന്ന്, എന്തെല്ലാം മോശങ്ങൾ പറഞ്ഞു. ഞാൻ ആരെയോ തെറി വിളിച്ച ഒരു വേർഡും എടുത്തു വെച്ചിട്ട് എന്നെ തെറിവിളിക്കാരിയും കൊച്ചിനെ തെറി വിളിക്കുന്നവളും ആക്കി ചിത്രീകരിച്ചു. ഇപ്പം എനിക്ക് വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, 2022 തുടങ്ങിയതാണത്. അതിനകത്തേക്ക് വന്ന് പച്ച തെറി വിളിച്ച ഒരുത്തനെ ഞാൻ തിരിച്ച് തെറി വിളിച്ചതാ. എന്നെ തെറി വിളിച്ചാൽ തിരിച്ച് തെറി വിളിക്കും, ഞാൻ കേട്ടോണ്ടിരിക്കില്ല. എൻ്റെ കുഞ്ഞിനെ ചേർത്ത് എന്നെ പറഞ്ഞാൽ ഞാൻ തിരിച്ച് അവൻ്റെ മക്കളെ ചേർത്ത് പറയും. എൻ്റെ കുഞ്ഞിനെ പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന അതേ പ്രയാസം അവനും ഉണ്ടാകണം. അതുകൊണ്ട് പറഞ്ഞു, അതെടുത്ത് വെച്ചിട്ട് ഞാൻ പൊടി മക്കളെ തെറി വിളിക്കുന്നവളാക്കി, ഞാൻ കുഴപ്പമാക്കി, എന്നെ പൂർണ്ണമായും വൃത്തികെട്ടവളായി സമൂഹത്തിൽ ചിത്രീകരിച്ചു. കാരണം എന്താണ്? മല്ലു ട്രാവലർ എന്ന് പറയുന്ന സ്ത്രീ ലംബടൻ അവൻ്റെ സുഹൃത്താണ്. അവനെതിരെ ആരും സംസാരിക്കില്ല, ഞാൻ സംസാരിച്ചു. മല്ലു ട്രാവലർ, അതേപോലെ വേറെ ഒരുത്തനുണ്ട് ഷിയാസ് കരീം. എല്ലാവരുടെയും മുന്നിൽ പതിവ്രതനായി നടക്കുന്ന അവൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നടത്തി അവളെ റേപ്പ് ചെയ്തു, അവൾക്കൊരു കൊച്ചിനെ കൊടുത്തു. ആ കൊച്ചിനെ അഴിപ്പിച്ച് കളഞ്ഞ് അവളുടെ കയ്യിലുള്ള 12 ലക്ഷം രൂപ അടിച്ചു മാറ്റിയതാണ് ഷിയാസ് കരീം. ഈ വിഷയം ഞാൻ പബ്ലിക്കിൽ പറഞ്ഞു. പൊതുസമൂഹത്തിലെ എല്ലാവരും മിക്കവാറും ചാനലുകളിൽ അവനെതിരെ വാർത്ത വന്നിട്ട് ഇന്നും അവനെ പിടിച്ചിരുത്തി വീഡിയോ ഇറക്കുന്ന ചാനലുകാരെ വേണം പറയാൻ. അവൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവുന്നില്ലേ? അവൻ കൊട്ടേഷൻ ഗ്യാങ്ങാണ്. ആളുകളെ കൊല്ലാനും കുത്താനും ഹവാല പണമിടപടഞ്ഞും കൈയുള്ള ഗോൾഡിൻ്റെ ആളാണ് ഷിയാസ് കരീം. അവൻ്റെ സുഹൃത്താണ് കരിപ്പൊടി. സൗഹൃദത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശബ്ദിക്കുന്ന വനിതയെ ഒതുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. ജാതീയ ബോധം കൊണ്ടല്ല, മതത്തിന് വേണ്ടിയിട്ടല്ല അത് ചെയ്തത്. ഈ പെങ്കൊച്ചിനെ അവൾ ടാങ്കോയിലുണ്ടെന്നും ബാക്കിയുള്ള അവളുടെ വൃത്തികേടുകൾ കൈസ് പുറത്തു പറയുന്നത് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പബ്ലിഷ് ചെയ്യാൻ തയ്യാറായി. ഞാനത് ചെയ്തത് എനിക്ക് ആ പ്രായത്തിലൊരു മകനുള്ളത് കൊണ്ടാണ്.
പെൺകുട്ടികൾ ഇതുപോലെ പിന്നെ തേപ്പും കൂത്തുമായി നടന്നു കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്ന ആൺകുട്ടികൾ തിരിച്ച് റിയാക്ട് ചെയ്യുക ഇതുപോലെയുള്ള പെട്രോൾ കൊണ്ടും തീ കൊണ്ടും ഒക്കെ ആയിരിക്കും, ആസിഡ് കൊണ്ടും ഒക്കെ ആയിരിക്കും. അതിന് ഉത്തരവാദികളാകാതിരിക്കാൻ പെൺകുട്ടികൾക്കൊരു മോട്ടിവേഷനെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എനിക്കതേ ആഗ്രഹമുള്ളൂ. അതിനപ്പുറം അവൾ എങ്ങനെ പോയാൽ നമുക്കത്. ഇനി അടുത്ത കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സായി കൃഷ്ണ ഒരു ചാനൽ തുടങ്ങുന്ന വിഷമം എന്താണെന്നും ഒരു ചാനൽ സക്സസ് ആക്കുന്ന വിഷമം എന്താണെന്നും ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നൊരിടത്ത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒരുത്തന്നെ ഒരു ചാനൽ പൂട്ടിക്കാൻ നിൽക്കുന്നെങ്കിൽ ഞാൻ അതിനകത്ത് ഇല്ല എന്നവന് മാറി നിൽക്കുന്ന അവനിക്കത് പാടില്ല എന്ന് പറയാൻ പറഞ്ഞുകൂടായിരുന്നു, വേണ്ട എന്ന് പറഞ്ഞുകൂടായിരുന്നു. വിവിക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത്, ജാസ്മിൻ എല്ലാ സപ്പോർട്ടും കൊടുത്ത് തൊട്ട് പിറകെ നിന്ന് അവനിക്ക് ബോധമില്ലേ? ഞാൻ വിചാരിച്ചാൽ അവൻ്റെ ചാനൽ എനിക്ക് അടിച്ചു കളഞ്ഞൂടെ, പൂട്ടിക്കൂടെ? ആരുടെ ചാനലാണ് ഞാൻ പൂട്ടിയൊന്ന് കാണിച്ചു തരാമോ? എല്ലാവരെയും പേടിപ്പിച്ചല്ല ഞാൻ എടുത്ത് കളഞ്ഞില്ലേ? സ്ട്രൈക്ക് ബാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒപ്പോസിഷൻ കൊടുക്കുക, എന്തുകൊണ്ട് ചെയ്തില്ല? ഇട്ട് ഇഗ്നോർ ചെയ്തു, താല്പര്യമില്ല. അതുകൊണ്ട് അതിനപ്പുറം എന്തുവാ? നിങ്ങൾക്ക് മാത്രമേ മനസാക്ഷി ഇല്ലാതെ ഉള്ളൂ, എനിക്കതുണ്ട്. ഞാനതുകൊണ്ട് ഹോൾഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. കേസുകൾ പലതും അന്നത്തെ ഒരു ഇതിൽ എല്ലാവരോടും നിർബന്ധിച്ചു, ഞാനും പോയി പിറകെ പോയി. അടങ്ങണ്ടേ നിങ്ങൾ എന്തുവാ കിടന്ന് ബഹളങ്ങൾ കാണിച്ചത്? ഓരോരുത്തർക്കും കൊട്ടേഷൻ കൊടുത്തു. ഈ പറയുന്നവൻ, ഇവൻ പറയുന്ന എൻ്റെ ചാനൽ കൂട്ടാൻ കൊട്ടേഷൻ കൊടുത്തില്ല, പക്ഷെ ഇവൻ അട്ടിപ്പിച്ചു. കൊട്ടേഷൻ ഇവൻ കൊടുത്ത കൊട്ടേഷൻ അവർ തന്നെ വന്ന് പുറത്തു പറയുന്നില്ലേ? അതിനകത്തില്ലേ? വ്യക്തിഹത്യ എന്ന് പറഞ്ഞാൽ വെർബൽ റേപ്പിംഗ് ആണ് ഇവറ്റകൾ എന്നെ ചെയ്ത്. 15ഓളം പേര് വരുന്ന ഇവൻ്റെ സംഘടനയിലുള്ള ആൾക്കാർ എന്നെ എടുത്തു വെച്ച് പറഞ്ഞ തെറിക്ക് കൈയും കണക്കുമുണ്ടോ? ഇന്ന് എൻ്റെ പേര് വിളിക്കാനും ഷെഫീന ബീവി എന്ന് പറയാൻ ഇവന്മാർക്ക് പറ്റുന്നത്. മുൻപ് എന്തായിരുന്നു എൻ്റെ പേര് ഇവന്മാർ എനിക്ക് ഇട്ടത്? എന്താ പേര്? ഈ സോഷ്യൽ മീഡിയയിൽ ഇവന്മാരെ പോലെ കാറിനകത്ത് ചന്തിയും പൊക്കി ഇരുന്ന് വർത്തമാനം പറയുന്നൊരു കുഞ്ഞാണോ എൻ്റെ കൂടെ ഉള്ളത്? 1000 രൂപയല്ലായിരുന്നു 5000 രൂപയായിരുന്നാലും അധ്വാനിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു ചെറുക്കൻ ഇവിടെയുണ്ട്. ഇവരെക്കാൾ നന്നായിട്ട് കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാനും ഭാഷ കൈകാര്യം ചെയ്യാനും അറിയുന്നൊരു പയ്യൻ ഇവിടെയുണ്ട്. അവനങ്ങനെ ആരുടെയും ചോര കുടിക്കണമെന്ന് തോന്നിയില്ല. അത് അധ്വാനിച്ച് ജീവിക്കുന്നു. ആ കുഞ്ഞിനെ പോലും സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തു യുവമാർ. ഇരുന്നങ്ങ് പറയണം. ഇപ്പം റോബിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വിവിക്കെതിരെ നിൽക്കുന്ന നില തീർത്തും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം റോബിൻ മനസ്സിലാക്കേണ്ടത് വിവിയേക്കാൾ വലിയ ശത്രു, വിവിയേക്കാൾ റോബിനെ ഡീഗ്രേഡ് ചെയ്യാൻ നിന്നത് സായിയാണ്. എന്താ റോബിനത് മനസ്സിലാവുന്നില്ലേ? സായി എത്ര വീഡിയോ ആണ് റോബിനെതിരെ ചെയ്തത്? വിവി ചെയ്തതിനേക്കാൾ 10 മടങ്ങ് കൂടുതൽ അവൻ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഒപ്പം നിന്നുകൊണ്ട് വിവിയെ പറയേണ്ട കാര്യം എന്താ? റോബിൻ തനിച്ച് പറ. റോബിൻ പറയുന്നത് കേൾക്കാൻ ഞങ്ങളില്ലേ? എത്രയോ പേര് റോബിനെ സ്നേഹിക്കുന്നവരുണ്ട്. അവർ ചെയ്തോളും. എന്തിനാണ് ഈ സായിയെ പോലെ ഒരു സാമൂഹ്യ വിരുദ്ധൻ്റെ കൂടെ ചേരുന്നത്? അവൻ വിളിച്ച ഉടനെ അങ്ങോട്ട് വിളിച്ച് അവൻ്റെ കൂടെ ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല. പേയാട് ഞാനാണോ? പേപ്പട്ടി പേയാട് എത്ര ഇൻ്റർവ്യൂ കൊടുത്തു, മാലെന്നും കിടന്നും ഇരുന്നും ചിരിച്ചും. വെറൈറ്റി മീഡിയയിലില്ലേ? വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ആ മീഡിയക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആളുകളെ ഡീഗ്രേഡ് ചെയ്യുന്നതിനാണ്. ജിനു ഗോപിക്കെതിരെ വീഡിയോ എടുത്തില്ലേ? ജിനു ഗോപിക്ക് പറയാനുള്ളത് മീഡിയ എടുത്തോ? വെറൈറ്റി മീഡിയ ചോദിച്ചോ? 2 വശമില്ലേ? ഒരു നാണയത്തിന് 2 വശമുണ്ട്, ഒരു ക്രൈമിന് 2 വശമുണ്ട്. അവരുടെ ഭാഗം കൂടെ നമ്മൾ കേൾക്കണോ വേണ്ടേ? കേട്ടോ? തയ്യാറായോ? അവർക്കൊപ്പം ചേർന്ന് നിന്ന് അവരുടെ ചാനലിൽ നിന്ന് സാധനങ്ങൾ എടുത്തു വെച്ച് ചെയ്തുകൊണ്ടിരുന്ന ഇവനെ അവർ വിലക്കിയിരുന്നു. ആ ലെവൽ അതാണ്, ഒരേ ലെവൽ. അങ്ങനെയുള്ള സായി പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറല്ല. സായി ആണ് വിവിയെ എതിർക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ വിവിയെ വെറുതെ വിടുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാനത് മിണ്ടാതിരിക്കുന്നത് അവൻ അതൊരു ഡൊണേഷൻ ആവണ്ട, അവൻ അത് വെച്ച് സ്കോർ ചെയ്യണ്ട. സായി അർഹിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സായി എന്താ വിഷമെന്ന് നിങ്ങൾക്കറിയുമോ? ഈ ഒരു കൂട്ടായ്മ അവൻ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് അറിയാമോ? അവൻ്റെ ക്രൈമുകൾ ഒളിപ്പിക്കാൻ. എത്രയോ കുഞ്ഞുങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിലൊരു സ്ഥാപനം, നമ്മളൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തതിൻ്റെ മുകളിൽ കയറി ചിന്തിച്ച് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സ്ഥാപനം തുടങ്ങിയ മനുഷ്യനെ പോക്സോ പ്രതിയാക്കി ഈ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ബ്രൈറ്റായി സുനിതാ ദേവദാസിനെ പോലുള്ളവരെ കൂട്ടുപിടിച്ച് ഗൂഢാലോചന നടത്തി പത്രസമ്മേളനം നടത്തി അയാളെ നശിപ്പിക്കാൻ പ്ലാൻ ചെയ്തവരാണ് സായി. ഖാദർ കരിപ്പൊടി ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനത്തിൽ, ഷിഹാബ് ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ എന്നോട് പറയുമ്പോൾ ആ വോയിസ് ലീക്കായി ഷിഹാബ് എക്സ്പ്ലനേഷൻ തന്നോ നിങ്ങൾക്ക് വന്ന്? ഖാദർ കരിപ്പൊടി നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തന്നോ? ഇവൻ തന്നോ? ഇല്ല. അവൻ എന്താ പറഞ്ഞേ? ഞാൻ കൊല്ലാൻ നോക്കുമെന്ന്. ഞൊണ്ടിക്കാലിയായ ഞാൻ ഇവനെ കൊല്ലാൻ നോക്കിയെന്ന്. ഇവിടുന്ന് അവിടം വരെ ഇടന്നേറ്റ് പോകണമെങ്കിൽ കുഞ്ഞിൻ്റെ സഹായം വേണ്ട, ഞാൻ അവനെ കൊല്ലാൻ നോക്കിയെന്ന്. എൻ്റെ ഫോൺ ഞാൻ നിങ്ങൾക്ക് തരാം, പോലീസ് കസ്റ്റഡിയിലേക്ക് തരാം. ഞാൻ ആരെയെങ്കിലും ഗൂഢാലോചനയിൽ പെടുത്തിയിട്ടുണ്ടെന്ന് നോക്ക്.
ഞാൻ ധൈര്യമായിട്ടല്ലേ പറഞ്ഞു, അവൻ്റെ ഫോൺ തരാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. തരൂല. അത്രമാത്രം അത്രമാത്രം കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. പൊതുസമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഭീകരമായ വൃത്തികേടുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സായി. അവൻ പിന്നെ ഇതിലേക്ക് പോകുമ്പോൾ അന്തം വിട്ടിരുന്നു. അയ്യോ എന്തുവാ ഇത്, നല്ലൊരു ഷോയ്ക്കകത്തേക്ക് ഇവൻ കൊണ്ടുപോയി. പക്ഷെ ആ ഷോ ഉണ്ടല്ലോ, ഇവന്മാരെ പോലുള്ള വൃത്തികെട്ട ക്രിമിനലുകളുടെ യഥാർത്ഥ മുഖം വലിച്ചു കയറി പുറത്തേക്ക് കാണിക്കാനുള്ളൊരു ഷോയാണത്. ഇത്രയും നാളും ക്യൂട്ട്നെസ് വാരി വിതറിയ ഒരു സാധനമല്ലേ മുല്ലപ്പൂ. കൂട്ടിനെസ് ഓവർലോഡ്. എന്താണ് കൂട്ടിനെസ്? അയ്യോ അവളെ കണ്ട് പഠിക്കണം. എന്തു കൂട്ടിനെസ്സാ? എന്തായിരുന്നു അതിനകത്ത് അവളുടെ പെർഫോമൻസ്? ആ ഷോ സത്യം പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ പറയും. അത് വേണം. അവിടെ കൊണ്ടുപോയി ഓരോ മനുഷ്യരെയും ഫിൽട്ടർ ചെയ്യണം. ഓരോരുത്തരെയും ഈ പുറം ലോകത്ത് അവർ കാണിക്കുന്ന കള്ളത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ആ ഷോയ്ക്കകത്ത് കൊണ്ടാക്കിയാൽ മതി. കാര്യം തീർന്നു. ഐ ആം കമ്മിറ്റഡ് ആണ് ഗായ്സ്. ഇത് പറഞ്ഞാൽ നമ്മളാണോ? എൻ്റെ മോളെ വളരെ പുരോഗമനവാദിയായ ഒരുത്തൻ എൻഗേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനിതൊന്നും വലിയ വിഷയമാവത്തില്ല. നമ്മളാണോ പറഞ്ഞത്? ഇതൊക്കെ പോട്ടെ. ഇതിന് എത്രയോ മുമ്പ് ഈ ബ്ലോക്ക് ഡാഡി അവളെ വിളിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. നമുക്കൊക്കെ നിരാശ വന്നു. ഞാൻ ഉൾപ്പെടെ വേറെ ആരെങ്കിലും ഈ ബ്ലോക്ക് ഡാഡിയിൽ അവിടെ പോയി പപ്സ് വാങ്ങിച്ച കാര്യം പറഞ്ഞോ? പപ്സ് വാങ്ങിച്ച കാര്യം ആദ്യം പറഞ്ഞത് സായിയാണ്. അങ്ങും കുത്തി ഇങ്ങും കുത്തി നിൽക്കുന്ന സായിയെ പോലുള്ള സാമൂഹ്യ ദുരന്തങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത്ര ഭീകരനല്ല ബിബി. അത് ഞാൻ പറയും. ബിബി അത്ര ഭീകരനല്ല. കാശ് കൊടുത്ത് അവൻ ചെയ്യും. കാശ് വാങ്ങി അവൻ ചെയ്യുന്നു. അവൻ്റെ സെക്യൂരിറ്റിക്ക് അവൻ ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ചു. അതിലെന്താ തെറ്റിരിക്കുന്നത്? ഒരു കാരണവശാലും റോബിൻ ബിബിയെ ഇതായിട്ട് നിർത്തേണ്ട കാര്യമില്ല. അവൻ ചെയ്തത് ഫ്രോഡുലൻ്റാണ്. അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. പുറം സമൂഹത്തിന് അത് പറഞ്ഞു കൊടുക്കുക. അതിനപ്പുറം സായിൻ്റെ ഒപ്പം ചേരാൻ നിൽക്കരുത്. ബിബിയേക്കാൾ ഭീകരനായ ഭയാനകമായ ക്രിമിനലാണ് സായി. ഉള്ളിൽ ഉറങ്ങുന്ന ക്രിമിനലിൻ്റെ വ്യക്തത നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മുതുകാട് ആ ഒരു ജോബ് ഉപേക്ഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ മുതുകാടിനെ പോലെ ആപ്റ്റായ ഒരാൾ അവിടെ വരില്ല. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പ്രാണനാണ് ആ മനുഷ്യൻ. അയാൾ ഈ നാണക്കേട് ഞാനൊരു പോക്സോ പ്രതിയാണെന്നുള്ള നാണക്കേട്, ഫേക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു സാധനം വരും. നാണക്കേട് താങ്ങാൻ വയ്യ. ആ മനുഷ്യൻ കയറി സൂയിസൈഡ് ചെയ്താൽ എത്ര കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുമെന്നറിയാമോ? അയാൾ മാത്രമായിരിക്കില്ല മരിക്കുക. ആ കുട്ടികൾ ഒന്നടങ്കം ഇല്ലാണ്ടായി പോകും. അയാൾ അത്രയും വിശ്വസിക്കുകയാണ് അവർ. ആ സ്ഥാപനത്തിൽ അയാൾ വെറും ഒരു ജോലിക്കാരനാണെങ്കിൽ പോലും ആ മനുഷ്യൻ്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഷിഹാബിന് നന്ദിയുണ്ടെങ്കിൽ ആ മനുഷ്യനെതിരെ മൈക്കെടുക്കുമോ? പ്രൊഫഷണൽ ജലസി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അടിച്ചു താഴ്ക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. മിണ്ടിയോ ഇവർക്ക് ആർക്കെതിരെയെങ്കിലും? ഇത്രയും വലിയൊരു സോഷ്യൽ ഈവിളിനെയാണോ നിങ്ങൾ ഇനി അംഗീകരിക്കാൻ നിൽക്കുന്നത്? റോബിൻ അത് ചെയ്താൽ ഒരു കാരണവശാലും റോബിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റത്തില്ല. റോബിൻ പിന്നെ ശത്രുപക്ഷത്താണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാധനമേ അല്ലത്. സായിയുടെ വൃത്തികേട് ഞാൻ തമാശ രൂപേണ പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് കിട്ടാതെ പോയത്. ഒരു കാരണവശാലും പറ്റത്തില്ല. സ്വന്തം ഭാര്യയെ പബ്ലിക്കിൽ ഊക്കാൻ കൊണ്ടിട്ട് കൊടുത്തോനാവൻ. അവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത് എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇവരെടുത്ത് കളിയാക്കുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് പോവുകയാണ്. ഇവ എത്ര തീവ്രമായ ഭീകരനാണെന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം, നിന്റെ കഴിവില്ലായ്മയാണ് നിന്റെ ഭാര്യ അമ്മയെ അടികൂടുന്നത്. ഞാനൊരു ഷഡിലാണെന്ന് അതിൽ ഇന്നസെൻ്റ് ആവുകയാണോ ചെയ്യുന്നത്? ഓരോ വീട്ടിലും ഭാര്യയും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവുന്നെങ്കിൽ അതിൻ്റെ മൂല കാരണം ഭർത്താവാണ്. വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിനോട് പറയണം, എനിക്കെൻ്റെ പ്രാണനാണ് എൻ്റെ അമ്മ, നീ അതിനേക്കാൾ ജീവനാണ്, പക്ഷേ എനിക്ക് പുറത്ത് പ്രകടിപ്പിക്കാനൊക്കില്ല. എൻ്റെ അമ്മയെ കഴിഞ്ഞേ എനിക്ക് എന്തുമുള്ളൂ. നീയും അതേ ലെവലാണ്, പക്ഷേ എനിക്കത് പുറത്ത് പ്രകടിപ്പിക്കാനൊക്കത്തില്ല. അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ നിന്നെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ നിനക്കത് മനസ്സിലാകും. നിൻ്റെ അതാണ്, പക്ഷേ എൻ്റെ അമ്മയ്ക്കത് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ എൻ്റെ അമ്മയെ നീ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതേ സാധനം അമ്മയടുത്തും പോയി പറയണം. അമ്മ എനിക്ക് എല്ലാത്തിലും വലുത്, എൻ്റെ ജീവനാണ് എൻ്റെ പെണ്ണ്, എനിക്ക് അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയും. അമ്മയ്ക്ക് റീപ്ലേസ്മെൻ്റ് ഇല്ല. അമ്മയ്ക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. എനിക്ക് അമ്മയും വേണം അവളും വേണം. നിങ്ങൾ തമ്മിൽ തല്ലരുത്. ഇത് രണ്ടുപേരോടും കാര്യമായി ഒരു മകൻ പറഞ്ഞു കൊടുത്താൽ, ഒരു ഭർത്താവ് പറഞ്ഞു കൊടുത്താൽ കേൾക്കൂലേ? പകരം ഇവർ തമ്മിൽ അടിക്കുന്നത് കണ്ടിട്ട് താൻ ഇന്നസെൻ്റ് ചമയാൻ വേണ്ടിയിട്ട് ആ ഡയലോഗ് പറഞ്ഞ അവൻ ഏറ്റവും വലിയ ക്രിമിനലാണ്. രണ്ട് വ്യക്തികളെയാണ് സോഷ്യൽ മീഡിയക്ക് ഇട്ടുകൊടുത്തത്. ഒന്ന് സ്നേഹയെ, വേറെ ആരും സൈബർ ബുള്ളിങ്ങിന് അവളെ ഇട്ടുകൊടുത്തില്ല. അവളെ ഇട്ടുകൊടുത്തത് ഇവനാണ്. അവനോട് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ ഒരു കൊനസ്റ്റ് ചെയ്തിട്ടാണ് പോയതെന്ന് അവൾ അറിഞ്ഞെങ്കിൽ അവൾ വിവിയെ ചലഞ്ച് ചെയ്യില്ല. അവൾ വിവിയെ ചലഞ്ച് ചെയ്തത് എന്താണ്? നിൻ്റെ എന്ത് റെക്കോർഡിംഗ് ആണ് അവൾ കണ്ട ഭർത്താവ് ഇങ്ങനെയല്ല, അവളോട് ആക്ട് ചെയ്ത ഭർത്താവ് ഇങ്ങനെയല്ല. ഇതേപോലെ പറ്റിക്കപ്പെട്ട വേറൊരു പെണ്ണുണ്ട്, ഹെൽനോസ് പാട്ട. അവളെന്താ പറഞ്ഞേ? ഡൂഡ് അത് ചെയ്യത്തില്ല, ഡൂഡ് വരട്ടെ, ഡൂഡ് പറയട്ടെ. വന്നപ്പോൾ അണ്ണാക്കി കിട്ടിയോ ആ പെങ്കൊച്ചിന്?
ആരെയൊക്കെ ഇവൻ ചതിച്ചു? കൂടെ നിന്നവരെ എല്ലാം ഇവൻ ചതിച്ചില്ലേ? മൊത്തത്തിൽ ഇവൻ ചതിച്ചില്ലേ എല്ലാവരെയും? അവിടെ പോയി ആ സ്പേസിൽ ഇപ്പം വേറൊരാൾക്ക് കിട്ടേണ്ട ഒരു സാധനം, ശ്രീലക്ഷ്മി അറയ്ക്കൽ പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ട് 3-4 പ്രാവശ്യം വണ്ടി കയറി ഇതിന് പോയെന്ന് പറഞ്ഞാൽ അവൾ പരാതി പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് കിട്ടേണ്ട ചാൻസ് അല്ലേ ഇവന് കൊടുത്തത്? അതും ആ പണത്തിന് എത്രയോ പേര് വേറെ അർഹരുണ്ട്, അവർക്കത് എടുക്കാൻ പറ്റിയോ? ഇവ അവിടെ എന്തോ ചെയ്തു? എന്താണ് ഇവ അവിടെ ചെയ്തത്? നിരാശ മാത്രമല്ലേ? അപ്പം ഇവൻ പുറത്ത് കാറിനകത്ത് ഇരുന്നു കൊണ്ട് എല്ലാവരെയും പറഞ്ഞു പറ്റിച്ചത് എന്തായിരുന്നു? ഞാൻ ഭയങ്കര ഞാൻ സൂപ്പറാ, ഞാൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, കാറിനകത്തിരുന്ന് വാഴ തുറക്കുന്ന കണക്കല്ല പുറത്തു പോകുമ്പോൾ എന്ന് അവൻ തന്നെ തെളിയിച്ച സ്ഥിതിക്ക് അവൻ ഇനി മീഡിയയിൽ വേണ്ട എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു കാരണവശാലും അവൻ്റെ ചാനലിന് റീച്ച് കൊടുക്കാനോ അവൻ്റെ ചാനൽ കാണാനോ പോകരുത്. അവനെ ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവൻ്റെ സ്ഥാപനവും അവൻ്റെ സർവത്ര ക്രയവിക്രയങ്ങളും NIA അന്വേഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നാഷണൽ ഇൻ്റലിജൻസ് ഏജൻസി അന്വേഷിക്കണം. അവൻ തീവ്രവാദിയാണവൻ. അവൻ ഈ നാട് കണ്ട ഏറ്റവും നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഒരു വ്യക്തിയാണവൻ. അവൻ ചെയ്ത തീവ്രമായ കുറ്റങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മുതുകാട് സാറ് കേസ് കൊടുത്തിട്ടുണ്ട്, അറിയോ? ഒരു പ്രൊഫഷണൽ ജലസിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുകയും കൊല്ലാനും അവരെ കത്തിച്ചു കളയാനും ആഹ്വാനം ചെയ്യുന്ന ഇവനെതിരെ ആദ്യം ബേസിക്കായിട്ട് എടുക്കേണ്ടത് 153A ആണ്. ജാസ്മിൻ്റെ വാപ്പ പപ്സ് വാങ്ങിച്ചത് കണ്ടെന്നും കഞ്ഞി വാങ്ങിക്കാൻ പോയി കണ്ടതെന്നും നമ്മളാരുമല്ല പറഞ്ഞത്, അവനാണ് തുടങ്ങിയത്. അത് ഏറ്റുപിടിച്ചു ബാക്കി യൂട്യൂബേഴ്സ്. പിന്നെ എങ്ങനെയാണ് അവളെ ഏജൻ്റായിട്ട് അതിനകത്ത് പോയത്? അയാൾ വിളിച്ചോ? ആ മനുഷ്യൻ മണ്ടന, അതുകൊണ്ടാണ് ഇവനെ വിശ്വസിച്ച്. അതേപോലെ ബിബിയുടെ കേസ് ജാസ്മിൻ കരുതി എന്താ, പൈസ കൊടുത്താൽ ബിബി എനിക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്യുമെങ്കിൽ നീ കൊടുത്ത 25,000-ന് പകരം ഞാൻ 2.5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നിന്റെ ചാനലേ ഇല്ലാതാക്കുവൻ. അവനാ ടെക്നിക്ക് അറിയാമെങ്കിൽ നിന്റെ ചാനലേ നഷ്ടപ്പെട്ടു. ചെയ്തോ? നീ കരഞ്ഞു വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി ചാനൽ റിക്കവർ ചെയ്യുമ്പോഴും നിനക്കത് ദയോടുകൂടി തിരിച്ചു തന്നവനാണ് അഫ്സൽ. ആ ചെറുക്കനെ നീ ഏൽപ്പിച്ചിട്ട് പോയതാണ്, അവന് നിസ്സാരമായിട്ട് അടിച്ചങ്ങ് കളയാം. ചെയ്തോ? നിന്റെ ഉപജീവനം അവൻ മുട്ടിച്ചില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ്ട് ഇരുന്നുകൊണ്ട് ആ ചെറുക്കനെ തെറി വിളിക്കണേ? എന്തടിസ്ഥാനത്തിൽ? ആ ചെറുക്കനെ ഇങ്ങനെ മോശം പറയണത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വിവാഹമോചനമൊക്കെ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. 7 മാസത്തിലൊരിക്കൽ ആളെ മാറ്റുന്ന നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല, നിങ്ങൾക്ക് ആ വേദന പിടികിട്ടത്തില്ല. 7 മാസത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് ആൾ മാറും, കുഴപ്പമില്ല. നീ എൻഗേജ്മെൻറ്റ് നടത്ത്, അപ്പം നിനക്ക് മനസ്സിലാവും. ആളുകളുടെ ചോദ്യത്തിൽ നിനക്കത് മനസ്സിലാകും. ഇത് എത്ര ദിവസം നിൽക്കുമെന്ന് ചോദിക്കും. എത്രയോ കഷ്ടപ്പെട്ടാലായിരിക്കും. ആ വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ കൊണ്ടുവന്നൊരു ചടങ്ങ് നടത്തുമ്പം ഞാൻ അങ്ങനെ കമ്മിറ്റഡ് ആണ് എന്ന് നീ പബ്ലിക്കിൽ പറയുന്നു, എൻ്റെ അപ്പൻ പറയുന്നു, ഇവൻ പറയുന്നു റിലേഷൻഷിപ്പിലാണെന്ന്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ലിവിങ് ടുഗദർ ആയിരുന്നോ നിങ്ങൾ? ഞങ്ങളല്ല, ജാസ്മിനെ പറ്റി പിന്നെ സായി പറയണതാണ് റിലേഷൻഷിപ്പിലാണെന്ന്. അഫ്സലുമായി റിലേഷൻഷിപ്പ്. എന്താണ് റിലേഷൻഷിപ്പ്? കൊല്ലത്ത് പുനലൂരുള്ള ഒരു പട്ടിക്കാട്ടി ജനിച്ച നിനക്ക് ഈ മോഡേണിസം, നീ ഇവിടെയാണോ പഠിച്ചത്? എറണാകുളത്താണോ പഠിച്ചത്? നീ എറണാകുളത്താണോ ജനിച്ചത്? നീ ഏതെങ്കിലും മെട്രോ സിറ്റിയിൽ വന്ന് നീ അവിടെ ജീവിച്ചിട്ടുണ്ടോ? നീ ആ പട്ടിക്കാട്ടിലുള്ളതല്ലേ? അവിടെ എവിടെയാണ് ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ്? നീ ഒന്ന് പറഞ്ഞു തന്നെ. നീ ആളുകളെ പറ്റിക്കുന്നതിന് കണക്കില്ലേ? എൻ്റെ നാട്ടിൽ വന്ന് ആരോ വീഡിയോ എടുത്തു, അതെല്ലാം കള്ളമാണെന്ന്. എന്നാൽ നീ ഇറങ്ങി നിൻ്റെ നാട്ടിലുള്ളവരെ കൊണ്ടൊന്ന് പറയിക്കുക, കേൾക്കട്ടെ. ആരെയും എന്തും പറഞ്ഞു കളയാം, ഏത് രീതിയിലും ആക്രമിച്ച് കളയാം, എന്തും പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിൻ്റെ തൻ്റെ ഇടം ഉണ്ടല്ലോ, അസാധ്യം. നിനക്കെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്താ സംസാരിച്ചേ? ഒരു ക്രീം ഇഷ്യൂ. ഞാൻ സംസാരിക്കും, ഇനിയും സംസാരിക്കും. ആ മുഖത്തത് വാരി തേച്ചാൽ കിഡ്നി അടിച്ചു പോകെങ്കിൽ അത് നിഷിദ്ധമാക്കപ്പെടേണ്ടതെന്നാണ്. പറ്റൂല. അത് കൊച്ചു മക്കൾ വാങ്ങിച്ച് തേച്ച അടുത്ത തലമുറയ്ക്കാണ് അത് ആവത്ത്. അവരുടെ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നിരുന്ന എഴുന്നള്ളിക്കുകയാണ്. ആ സർട്ടിഫിക്കറ്റ് ഉണ്ട് എനിക്ക്. സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. അത് ഉപയോഗിച്ചവർക്ക് കിഡ്നി ട്രബിൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വാല്യൂഡ് അല്ല. ജോൺസൺ കമ്പനി പോലും $1 മില്യൺ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. ക്യാൻസർ ഉണ്ടാവും അവരുടെ പൗഡർ ഉപയോഗിച്ചാൽ. നമ്മളാരും പൗഡർ ഉപയോഗിക്കില്ല. അത് ആ കേട്ട നിമിഷം തൊട്ട് പൗഡർ ഉപയോഗിക്കത്തില്ല. അവരും അങ്ങനെ എത്ര വലിയ കമ്പനിയാണ്. എവിടെ പോയാലും ഒരു കൊച്ചിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ജോൺസൺ ബേബി പൗഡറും ബേബി സോപ്പുമാണ്. അത് തേച്ചവർക്ക് ക്യാൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ലാബ് റിപ്പോർട്ടും കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് $1 മില്യൺ അവർ കെട്ടിവെച്ചത്. അപ്പോൾ അവരെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ടാണോ? അവർക്ക് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരാണ്. അതിനെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്നതിന് പകരം വന്നിരുന്ന് വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഈ പെണ്ണ്. ഇവനും അതേ കൂട്ടു നിൽക്കുന്നു.
വിവിയെ കുരിശിലാക്കി വിവിയെ ക്രൂശിപ്പിച്ചിട്ട് ബാക്കി ഇവളെ സോപ്പിട്ട് ഇവളെ രക്ഷിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ നടക്കുന്ന മുഴുക്ക. ഇത്രയും ദിവസം അവൾ അന്നാക്കി പിരിവെട്ടി. അവൾക്ക് സംസാരിക്കാൻ അറിയില്ലാത്തത് കൊണ്ട് അവളുടെ മോഡലിൽ നിന്നുകൊണ്ട് വിവിയെ കൊണ്ട് ചെയ്യിച്ചു എന്നാ പറയണേ. സംസാരിക്കാൻ അറിയാത്ത കുട്ടിയാണോ ബിഗ് ബോസിൽ കിടന്ന് തകർത്തത്? ആണോ? ദിയാസന പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നു. ദിയാസനയ്ക്ക് അറിയത്തില്ലായിരുന്നോ? ദിയാസന മനസ്സിലാക്കാൻ പറയണം. ആക്ടിവിസ്റ്റായ ഫെമിനിസ്റ്റായ ദിയാസനയ്ക്ക് മനസ്സിലാവാൻ പറയുന്നതാണ്. മെട്രോ സിറ്റിയിൽ ഇതേപോലെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി, ഫാഷൻ വേൾഡിൽ ജോലി ചെയ്യുന്ന ഒരു കുഞ്ഞ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന ഒരുത്തൻ, സവാദ് എന്ന് പറയുന്ന ഒരുത്തൻ വാണമടിച്ചു. അത് ആ കുട്ടിയുടെ ദേഹത്ത് വീഴുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആ കുട്ടി എഴുന്നേറ്റ് വീഡിയോ ഇട്ട് പബ്ലിക്കാക്കി അവിടെയുള്ള ആളുകളെല്ലാം വിറ്റ്നസ്സായി അവനെ പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ട് റിമാൻഡ് ചെയ്ത ഒരു വ്യക്തിയെ മാലയിട്ട് സ്വീകരിക്കുക മാത്രമല്ല അവന് വേണ്ടിയിട്ട് വീഡിയോ ഇട്ട ഒരു വൃത്തികെട്ടവൻ്റെ കൂട്ടുകൂടി അവൻ്റെ കമൻ്റ് എടുത്ത് പൊന്നിക്ക, മുത്തിക്ക, കൽബിക്ക എന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച ഈ മോളെയാണ് നീ സപ്പോർട്ട് ചെയ്യുന്നത്. മസ്താനി ചത്തില്ല എന്നേ ഉള്ളൂ. ആ പെണ്ണിനെ കൊന്നു കൊല വിളിച്ചു കളഞ്ഞവൻ, അവൻ ഉൾപ്പെട്ട സംഘം കൊന്നു കൊല വിളിച്ചു. അവനെ നീ എൻ്റെ മുത്താണ്, സ്വത്താണ്, ചക്കരയാണ്, ഉമ്മ എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് കമൻ്റ് ഇട്ട മോളാണ് ഇവള്. എന്തിനാ കമൻ്റ് എന്നറിയാമോ? എൻ്റെ തുണിയില്ലാത്ത ഡ്രസ്സ് അവൻ്റെ കയ്യിലുണ്ടെന്ന് അവൻ വീഡിയോ ചെയ്തു. ആ വീഡിയോ കണ്ട് അവക്കങ്ങ് ആവേശം കയറി. നമ്മുടെ തുണിയില്ലാത്ത മറ്റൊരു സ്ത്രീയുടെ തുണിയില്ലാത്ത പിന്നെ ബോഡി അവൻ്റെ കയ്യിലുണ്ട് എന്നവൻ വെല്ലുവിളിക്കുന്നത് കേട്ട് അവൾ ഉടനെ അതങ്ങ് ആർമാദിച്ചങ്ങ് കേട്ടു. അങ്ങനെയുള്ള ആ സ്ത്രീയാണോ ദിയാസനയ്ക്ക് പിന്നെ ഭയങ്കര സാധനമായിട്ട് തോന്നുന്നത്? കമൻറ്റ് കണ്ടിട്ടില്ലേ? കണ്ടു നോക്കണം, കമൻ്റ് ഉണ്ട്. ഇതെല്ലാം കമൻറ്റും എല്ലാ സാധനവും കൊണ്ടുവന്ന് ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടേക്കാം, നിർബന്ധിക്കുകയാണെങ്കിൽ. തെളിവുകളാണ് പറഞ്ഞത്. മസ്താനിയെ പറ്റി പടുമോശം പറഞ്ഞ ന്യൂസ് ആക്കർ എന്ന് പറയുന്നവനെ എൻ്റെ പൊന്നിക്ക, എൻ്റെ ചെല്ലിക്ക, എൻ്റെ മുത്തിക്ക, എൻ്റെ വാണമിക്ക എന്ന് പറഞ്ഞ് കാലിൻ്റെ ഇടയിൽ കയറ്റി വെച്ച മോളെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? തൊഴണോ? ദയവ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാതിരിക്കുക. എനിക്ക് ഈ സ്ത്രീകളെ, ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. മനസ്സാക്ഷിയേ ഇല്ലാത്ത സ്ത്രീകളാണ്. മറ്റു പെൺകുട്ടികളോട് കൺസിഡറേഷൻ ചെയ്യാത്തവരെ ഒരു കാരണവശാലും ഇല്ല. പലരുടെയും പല സ്റ്റോറിയും പല ഹിറ്റ് സ്റ്റോറികളും കയ്യിലുണ്ടായിട്ടും മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ സ്ത്രീ എന്ന് പരിഗണിക്കുന്നുണ്ടാണ്. ആ സ്ത്രീബോധം എനിക്കുണ്ട്, ആ വർഗബോധം എനിക്കുണ്ട്. കൂടുതൽ എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഇതൊക്കെ നമ്മുടെ ലെവൽ ക്രോസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ 2 മണിക്കൂർ ലൈവ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇത് ഇട്ടത്. ഇതും ഞാൻ പറഞ്ഞില്ല, ഇത് ചെറുതായിട്ട് ഇരുന്നൊരു ഒരു ടോപ്പിക്കല്ല, വളരെ വലിയ ടോപ്പിക് ആയതുകൊണ്ടാണ്. ഒരു കാരണവശാലും സായി എന്ന വ്യക്തി വിവിയെ അറ്റാക്ക് ചെയ്തിട്ട് റോബിനെ വെച്ചുകൊണ്ട് ജാസ്മിനെ വെളുപ്പിക്കുന്നതിന് ഞാൻ കൂട്ടുനിൽക്കത്തില്ല. എനിക്കത് തീർത്തും താല്പര്യമില്ലാത്തൊരു കാര്യം. വിവി ജനുവനാണോ എന്ന് വെച്ചാൽ അല്ലെന്ന് പറയും. കാരണം പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യും. അവൻ എന്നോട് സോറി പറഞ്ഞു, ഞാനത് അംഗീകരിച്ചു. ഒരാൾ ക്ഷമയാണ് ചോദിക്കുന്നത്, ക്ഷമിച്ചു, കഴിഞ്ഞു. അല്ല, ഞാൻ ക്ഷമിക്കൂലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ? ഞാനത് പറഞ്ഞില്ലേ, ഇതിൻ്റെ മറുപടി കൊടുക്കേണ്ടത് ഞാനല്ല, കർമ്മ അവന് കിട്ടും. കിട്ടിയില്ലേ? അവൻ ഈ പേക്കൂട്ടത്തിൻ്റെ കൂടെ നിന്ന് എനിക്കിട്ട് താങ്ങി ഇപ്പം അവന്മാരെല്ലാം കൂടെ ചേർന്ന് അടിക്കുന്ന കണ്ടോ? നമ്മളൊരു ക്രൈമിന് കൂട്ടുനിന്നാൽ ഓർത്തുകൊള്ളൂ, ആ ക്രൈം നമുക്ക് നേരെയും വരും. നമ്മൾ ക്രിമിനലുകൾക്ക് സപ്പോർട്ട് പറയരുത്, നമ്മൾ ക്രിമിനലുകളുടെ കൂടെ നിൽക്കരുത്. നമുക്ക് എന്ത് നഷ്ടം വന്നാലും നമ്മൾ അവരുടെ കൂടെ നിൽക്കരുത്, ചേർത്ത് പിടിക്കരുത് അവരെ. അവർ ക്രൈമാണ് ചെയ്യുന്നത്. അവർ മേൽക്കൊണ്ട് നമുക്ക് നേരെ ക്രൈം ചെയ്യും. ഒരാളെ കൊന്നിട്ടൊരു കൊലപാതകി വീട്ടിൽ വന്ന് അവനെ പിടിച്ച് അണയ്ക്കരുത്, പോലീസിൽ പിടിച്ചു കൊടുക്കണം. ഇനി മേലവ ചെയ്യാതിരിക്കാൻ അവന് പരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിക്കണം, ജയിലിലാക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവനെ പിടിച്ചണച്ച് ഇനിയും ചെയ്യുന്ന പറഞ്ഞാൽ അവൻ നാളെ നിന്നെ കൊല്ലും. അതാണ് നടക്കുന്നത് ഇവിടെ. നിയമം കൊണ്ട് ഇവനെ നേരിടാൻ ഞാൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മുതുകാട് കേസ് കൊടുത്തിട്ടുണ്ട്, ജിനു ഗോപി കേസ് കൊടുത്തിട്ടുണ്ട്, ഒക്കെ പേരും കേസ് കൊടുത്തിട്ടുണ്ട്. പേപ്പർ വർക്ക് നീങ്ങാൻ തന്നെ ഞങ്ങളുടെ കുറ്റമല്ല. അതേപോലെ ഇവൻ പറയുന്ന വരയ്ക്കപ്പുറം പോകത്തില്ല ഖൈസ്. എന്ത് തോന്നിവാസവും പറയുന്നവനാണ് ഈ ഖൈസ്. എന്ത് തോന്നിവാസവും പറഞ്ഞു കളയും. ഈ പെൺകുട്ടികളെ വെച്ച് ഉടുക്കുന്നവനാണ് ഖൈസ്. അതേപോലെ സിജോ, അവൻ്റെ ചാനൽ പോയി നോക്കുക, അവിഹിത കഥകളുടെ ഒരു കൂമ്പാരമാണ്. ഈ ആണുങ്ങൾക്ക് അറിയത്തില്ലയോ ഈ അവിഹിതങ്ങൾ പറഞ്ഞും പെൺകുട്ടികളെ എടുത്തു വെച്ച് അവരായിരിക്കും നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളും ആളുകളും ഇതുപോലെ എടുത്തു വെച്ച് പറയുമെന്നൊരു ബോധം വേണ്ടായോ? ഇവന്മാർ സ്ത്രീ വിരുദ്ധന്മാരും ഏറ്റവും കൂടുതൽ സാമൂഹ്യ വിരുദ്ധന്മാരുമാണ്. ഇവരെല്ലാവരും ഒരു ഇതിനകത്താണ്, ഒരു ചെയിനിലാണ് ഉള്ളത്. ഇവരുടെ ഈ സംഘടന കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും കോംപ്രമൈസോ പ്രോബ്ലം സോൾവിങ് ആണെങ്കിൽ ഇവർ തമ്മിലുള്ളൊരു പ്രശ്നം തന്നെ ഇത്രയും ആളുകൾ എടുത്തു വെച്ച് ഉടുക്കുന്ന രീതിയിൽ വരുമോ? ഇവർക്ക് ഇവരുടെ തന്നെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിയാത്തടുത്ത് ഇവർക്ക് എന്ത് സംഘടന ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമല്ലേ?
എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ബിബിയെ അംഗീകരിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. എനിക്ക് ബിബിയെ അംഗീകരിക്കേണ്ടയോ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാനില്ല ആ ചെറുക്കൻ്റെ കൂടെ. പക്ഷെ റോബിൻ ബിബിയെ ആക്രമിച്ച് സായിക്ക് ഇത് കൊടുക്കരുത്, അതവൻ അർഹിക്കുന്നില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം സായി ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച വ്യക്തി ഡോക്ടർ റോബിനാണ്. ഡോക്ടർ റോബിനെ ഇങ്ങനെ തകർത്തത് വേറെ ആരുമല്ല, അവൻ തന്നെയാണ്. അവൻ വളരെ നിഷ്കുവായിരുന്ന് അവൻ്റെ കാറിനകത്ത് ചന്തിയും പൊക്കി വെച്ചിരുന്ന് പറഞ്ഞത് അവനാണ്. കിട്ടിയില്ലേ? ചന്തിക്കകത്തുനിന്ന് തള്ളി ഇറങ്ങുന്നത് കണ്ട. ശാപങ്ങൾ ചില്ലറയാണോ വാങ്ങിച്ചു കൂട്ടിയത്? എന്തോരം ശാപങ്ങളാ വാങ്ങിച്ചു കൂട്ടിയില്ലേ? കിട്ടും, അത്രയേ ഉള്ളൂ. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ്. ഈ വിഷയത്തിൽ എനിക്കിനിയും കൂടുതലൊന്നും അധികമായിട്ട് പറയാനില്ല. ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. ഇനി ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെയും സാധനം നമ്മൾ എടുക്കുന്നതല്ല. ശല്യം ചെയ്യാതിരിക്കുക ദയവചെയ്ത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എൻ്റെ അവകാശമാണ്. എന്നെ ഇത്രയധികം ദ്രോഹിച്ചവർക്കെതിരെ ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വ്യക്തിയേ അല്ല എന്ന് പറയും. എൻ്റെ അവകാശമാണ്, ഞാൻ പറഞ്ഞു തീർത്തു. പിന്നെ ഡബിൾ സ്റ്റാൻഡ് ആണെന്ന് പറഞ്ഞ് പലരും കമൻ്റ് ഇടുന്നുണ്ട്. ഒരു പെൺകുട്ടിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അവളെപ്പറ്റി മറിച്ചത് എന്ന് ഒന്ന് എഴുതിയിട്ട് എനിക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ശത്രുവായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു നിലപാടിൽ എനിക്ക് അത്രയും മോശമായി അതിനെ പറയാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞോളാം. മറ്റൊരാളത് പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഹേർട്സ്. ഒരു പെൺകുട്ടിയാണ്, അവൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. അവൾ മാപ്പ് പറയുകയാണെങ്കിൽ വിടുക, ക്ഷമിച്ചേക്കുക, കളഞ്ഞേക്കുക എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാൻ. അതാണുള്ളത്. ശല്യം ചെയ്യരുത്. എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളും അവർക്ക് പോയി കമൻ്റ് ഇട്ട് അവരെ വേദനിപ്പിക്കരുത്. അതൊരു റിക്വസ്റ്റാണ്. ദയവ് ചെയ്ത് ചെയ്യരുത്. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളും നമ്മളുടെ പരിമിതികൾ വിട്ട് പോയി അവർക്ക് കമൻ്റ് ഇടരുത്. ഒന്നും പറയാൻ പോകണ്ട. നന്നാക്കാനും ചീത്തയാക്കാനും പോകണ്ട. എൻ്റെ കൂടെ ഉള്ള എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സും ആരും തന്നെ ഒരു ഹായ് പോലും അവർക്ക് പോയി ഇടരുത്. ശല്യം ചെയ്യരുത്. അവരവരുടെ ജീവിതം ജീവിക്കട്ടെ. തിരുത്തലുകൾ അവരാണ് നടത്തേണ്ടത്. നമ്മൾ പറഞ്ഞു ചെയ്യിക്കാൻ ഒക്കത്തില്ല. അവർ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ, ഇല്ലെങ്കിൽ അവരവരെ പാട്ടിന് വിട്ടേക്കൂ. നമുക്ക് നമ്മുടെ വഴി. നമ്മളെ അത്രത്തോളം ദ്രോഹിക്കുകയും വിച്ചെന്ന് വിളിക്കുകയും കൊച്ചിനെ മോശം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കത് പടച്ചോൻ്റെ കയ്യിൽ കൊടുക്കാം. റബ്ബ് തീർക്കട്ടെ, റബ്ബിൻ്റെ കോടതിയിൽ ഇരിക്കട്ടെ. നമുക്ക് ഇവിടുത്തെ കോടതി വേണ്ട, നമുക്ക് റബ്ബിൻ്റെ കോടതി കൊടുക്കാം. അവിടുന്ന് ഒരു മറുപടി ഉണ്ടാകട്ടെ. അതേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. സായിയെ ഒരു കാരണവശാലും ക്ഷമിക്കരുത്. ഇപ്പോൾ ബിബി വിളിച്ചോടനെ ഞാൻ ക്ഷമിച്ചു കളഞ്ഞു. പക്ഷെ സായിക്ക് അത് കൊടുക്കാത്ത സായി ചെയ്ത ക്രൈമിൻ്റെ ഡെപ്ത് അറിയാവുന്നത് കൊണ്ടാണ്. ആൻഡ് റിപ്പീറ്റഡ്ലി ഐ എം സെയിങ്, സുനിതാ ദേവദാസിനെ പോലുള്ളവരെ കൂട്ടുപിടിച്ച് ഇവൻ കാണിച്ച ഈ പേക്കൂത്ത് എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? പണത്തിന് വേണ്ടിയിട്ടാണ്. സോഷ്യൽ ഈവിളാണ്. പണം കിട്ടാതെ വരുമ്പോൾ അവൻ എന്തും ചെയ്യും. അവൻ അത്രയും വലിയ ക്രിമിനലായി മാറിയിരിക്കുകയാണ്. ഇനിയും അവൻ കിടന്ന് കളിക്കുകയാണ്. മനസ്സിലാക്കുക. ദയവ് ചെയ്തിട്ട് നമ്മളുടെ ആൾക്കാർ അവിടെ പോയി ഒരു കമൻറ്റിനും പോകരുത്. സ്റ്റെപ്പ് ബാക്ക്. നമ്മളില്ല ഈ പിക്ചറിൽ. നമുക്ക് ഗ്യാലറിയിലിരിക്കാം. അവർ കളിക്കട്ടെ. നമുക്ക് ഗാലറി ഇരുന്ന് കളി കാണാം. ഇത് കർമ്മയാണ്. കർമ്മ കൊടുത്ത മറുപടിയാണ്. ഗാലറിയിലിരിക്കാം. അതാണ് ശരി. താങ്ക് യു. നിങ്ങൾക്ക് താല്പര്യപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ലൈവേ കാണുന്നുള്ളൂ. എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ അതെനിക്കൊരു ബെനിഫിറ്റാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുറച്ച് പ്രോബ്ലംസ്. അപ്പോൾ അതെനിക്ക് സോൾവ് ചെയ്യാൻ എൻ്റെ ഈ ചാനലാണ് എനിക്ക് ആകെയുള്ളൊരു വരുമാന മാർഗം. സോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ വീഡിയോസ് ഒന്ന് കാണുക. ഇഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് നല്ല ഭാഷയിലൊന്ന് എഴുതി വയ്ക്കുക. നിങ്ങൾ മോശം പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് മോശം പറയുമ്പോൾ എന്നെ മോശക്കാരിയാക്കാൻ വരാതിരിക്കുക. എന്നോട് മോശം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ വൃത്തിയിട്ടതേ എൻ്റെ വായിലും വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ വിമർശനം, എന്ത് മാറ്റണം, ഏത് ആറ്റിറ്റ്യൂഡ് മാറ്റണം, ഏത് ഭാഷ മാറ്റണം, ഇതൊക്കെ നിങ്ങൾ കൃത്യമായി ഒന്ന് എഴുതിയിട്ടാൽ എനിക്കതൊരു വലിയ സപ്പോർട്ടായിരിക്കും. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരുപാട് ആളുകളുമായിട്ടൊന്നും ഇടപഴകുന്ന വ്യക്തിയല്ല. നിങ്ങൾക്ക് എന്താണ് എന്നിലെ മാറ്റം അത് നിങ്ങൾ എഴുതിയിടുക. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യേണ്ടതായിട്ട് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് പറയുക. ഹോം ടൂർ ചോദിക്കരുത്, കാരണം ഞാൻ വാടക വീട്ടിലാണ്. അപ്പോൾ എനിക്ക് ഹോം ടൂർ എടുക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊഴിച്ചിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ചോദിച്ചാൽ ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് വ്ളോഗോ എന്ത് നിങ്ങൾക്ക് ആഗ്രഹം അത് പറഞ്ഞാൽ ഞാൻ അത് അനുസരിച്ചിട്ട് ഞാൻ ചെയ്തിടാൻ തയ്യാറാണ്. എനിക്ക് മോട്ടിവേഷൻ സ്പീക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഇത്. അതും നിങ്ങൾക്ക് ചോദിക്കാം. ഏത് സബ്ജക്റ്റിലാണെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഡു സപ്പോർട്ട് മീ. ദയവ് ചെയ്തിട്ട് ഉപദ്രവിക്കാൻ വരാതിരിക്കുക. ഞാനും ആരെയും ഉപദ്രവിക്കാൻ അങ്ങോട്ടും വരുന്നില്ല. ശല്യം ചെയ്യാതിരിക്കുക. താങ്ക് യു.